അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് രാവിലെ തന്നെ നമുക്ക് ഉച്ചക്കത്തിന് അമ്മ അപ്പുറത്ത് ചോറ് വെക്കുന്നുണ്ട്. അപ്പം നമുക്കിവിടെ കറി വയ്ക്കാം. അപ്പം ഇതാ നല്ല പച്ചപ്പയർ കിട്ടിയിട്ടുണ്ട്, നമുക്ക് കറി വയ്ക്കാം. അപ്പോൾ എനിക്ക് കത്തിക്ക് നല്ല മൂർച്ച വേണം കേട്ടോ. നമുക്ക് നല്ല മൂർച്ച വേണം. കൈ മുറിയാറുണ്ട്, എന്നാലും എനിക്ക് നല്ല ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ് ഇത് രണ്ടും. അപ്പം ഞാൻ കറിക്കരിയാൻ തുടങ്ങാം. ഞാൻ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തിട്ടിരിക്കുന്ന കേട്ടോ. പിന്നെ വാഷ് ബേസിനും എല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് ഞാൻ പയറും കഴുകി പയർ ഇവിടെ ഒരു പാത്രത്തിനകത്ത് വെച്ചേക്കും കേട്ടോ. കാരണം ഇവിടെ നമ്മൾ ഇവിടെ എല്ലാം കൂടെ വെക്കാൻ സ്പേസ് ഇല്ലാത്തതുകൊണ്ടേ. ആ എന്തോ എൻ്റെ ഗപ്പൂട്ടൻ വന്നിട്ടുണ്ടേ. ഗപ്പൂട്ടാ ഹായ് പറഞ്ഞേ. ആ അവിടെ നിന്നെ ഉഞ്ഞെല്ലാണെന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ കഴുകിയിട്ട് പിന്നെ അരിഞ്ഞിടാനുള്ള പാത്രം ഇവിടെ പുറകിലും വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ എല്ലാം കഴുകി സെറ്റ് ചെയ്തിട്ട് പയറും കഴുകി ഇവിടെ ഒരു പാത്രത്തിനകത്ത് ഇട്ട് വെച്ചേക്കുക. ഇതാകുമ്പോൾ എനിക്ക് ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പം ഇന്ന് പയറ് കറിയും വെച്ച് എന്തെങ്കിലും ഒരു ഒഴിച്ചു കറിയും കൂടെ വെക്കണം. നോക്കാം, ഉള്ളത് വെച്ചിട്ട് നോക്കാം. അപ്പം ഇത് അരിയാൻ കുറച്ച് പാടാ. അതല്ല, കുറച്ച് സമയം ഇങ്ങനെ എടുക്കും അരിയാനായിട്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പയർ തോരനെല്ലാം തന്നെ എനിക്കിഷ്ടമാണ്. മെഴുക്കുവരട്ടി ഇഷ്ടമാണ്, പക്ഷെ തോരൻ വയ്ക്കാൻ നല്ല പയർ നല്ല കിളുന്ത് പയർ. അപ്പം ഞാൻ ഇതെല്ലാം അരിയട്ടെ, എന്നിട്ട് കാണാവേ. ഞാൻ പയർ എല്ലാം അരിഞ്ഞ് ഞാൻ ഇങ്ങനെ ആട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞത്. പച്ചമുളകും സവോളയും കറിവേപ്പിലയും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് അരിഞ്ഞിട്ടിട്ട് കടുക് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അന്നേരം എനിക്കൊരാഗ്രഹം തോന്നി പയർ കഞ്ഞി കുടിക്കണം. അപ്പോൾ അതാ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള പയറും അതുപോലെ റേഷനരി നമ്മുടെ വീക്ക്നെസ് ആണല്ലോ എൻ്റെ. എല്ലാവർക്കും അങ്ങനെ അല്ലെന്ന് എനിക്ക് കഴിഞ്ഞ ദിവസത്തെ കമൻറ്റ് കണ്ടപ്പോൾ മനസ്സിലായി കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതും കൂടെ ഒന്ന് വെക്കാനായിട്ട് ഇതാ കുക്കറിനകത്ത് കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് കുക്കറിനകത്തോട്ട് വെക്കാവേ. അപ്പോൾ ഞാൻ ഉപ്പെടുത്തിട്ടേ ഇതിനകത്തോട്ടൊന്ന് ഇടാം. എൻ്റെ രീതിക്ക് എടുക്കാൻ എളുപ്പത്തിന് ഞാൻ വെച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്ന വെട്ടം പറയുന്നില്ലേ, ഇപ്പം കറക്റ്റായി. അപ്പം ഞാൻ ഇത് കുക്കർ അടയ്ക്കട്ടെ കേട്ടോ. അല്ല, നമുക്ക് ആദ്യം അന്നേരം എനിക്ക് എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം നമുക്ക് കുക്കർ എടുത്തിട്ട് ഗ്യാസിൽ വെക്കാം. അതിന് ശേഷം നമുക്ക് ഇത് അടയ്ക്കാം. അല്ലെങ്കിൽ എനിക്ക് അടയ്ക്കാൻ കുക്കർ വെയിറ്റ് എടുത്തുകൊണ്ട് വരാൻ ബുദ്ധിമുട്ട്. കുക്കർ ഞാൻ അടച്ച് നമുക്കിനി കത്തിക്കാം കേട്ടോ. അപ്പം ഇതവിടെ സെറ്റ് ആവട്ടെ. ആ സമയത്ത് നമുക്ക് കറിയും കൂടെ ഇവിടെ ഉണ്ടാവേ. അതിൻ്റെയും കൂടെ നമുക്ക് സ്റ്റൗ എത്തിക്കാം. ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിക്കാം. ഈ ഒരു എണ്ണക്കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചാണ് കേട്ടോ. തോരനാണ്, അപ്പം ജസ്റ്റ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയായിരിക്കും. എന്നിട്ട് കടുകിടാം. എനിക്ക് ഇതും ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു. കാരണം എനിക്ക് എല്ലാ ബോട്ടിലും തുറക്കാൻ പറ്റത്തില്ല. ഇവരോട് എപ്പോഴും തുറന്നു തരാമോ എന്ന് ചോദിക്കണം. അതുകൊണ്ട് ഞാൻ ഇത് കൂട്ട് മേടിച്ചാണേ. പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല. പിന്നെ ഈ തടിയുടെ സ്പൂണും ഓൺലൈനിൽ നിന്ന് മേടിച്ച അത് 10 എണ്ണം ഉണ്ടായിരുന്നു. ഈ കടുകൊന്നും സെറ്റ് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി നമുക്ക് തൽക്കാലം നമുക്കിവിടെ വയ്ക്കാം. പപ്പായ്ക്ക് അങ്ങനെ റേഷനരിയോട് അങ്ങനെ വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കും ഇച്ചാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പയറ് കഞ്ഞി വെക്കുമ്പോൾ നമ്മുടെ ഗബ്രൂസിനാണേലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരാണേലും എൻ്റെ കൂടെ കഴിച്ചോളും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്.
അപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ മത്തി അച്ചാറിട്ടത് ഞാൻ കുറച്ചിട്ടുള്ളൂ, കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടെ കൂട്ടി നമുക്ക് പയറേന് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് തവിയും കൊണ്ട് ഇട്ട് കൊടുക്കാവേ. അതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞത് പപ്പയ്ക്ക് അങ്ങനെ റേഷൻ ചോറിനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പപ്പയ്ക്ക് മറ്റേ വെള്ള വലിയ അരിയുള്ള ചോറുള്ള അരിയില്ലേ, അത് അമ്മ അപ്പുറത്ത് വയ്ക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി റേഷൻ അരി വെച്ചിട്ട് കഴിച്ചോളാമെന്ന് പറയും. നമ്മുടെ ഇച്ചാൻ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ. നമുക്കിത് മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. ഇച്ചാനേ നമ്മുടെ ഓച്ചിറയിൽ എല്ലാവർക്കും അറിയായിരിക്കും, കൊല്ലത്ത് ഓച്ചിറയിൽ മറ്റേ 28 ഓണം നല്ല ഭയങ്കര ഗംഭീര ഉത്സവമാണല്ലോ. അപ്പം അതിൻ്റെ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാനും അത് കാണാനൊക്കെ ആയിട്ട് പോയേക്കുവാണ്. പണ്ട് ഞാൻ ഇവിടെ കല്യാണം കഴിച്ച് വരുന്ന ഇടയ്ക്ക് എന്നെ കൊണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ വന്നിട്ട് 2.5 വർഷമാണ്. 1 വർഷം കുറച്ച് നാൾ അവിടെ നിന്നിട്ടല്ലേ ഇങ്ങോട്ട് വന്നു. എന്നെ ഇതുവരെ കൊണ്ടുപോയില്ല. പവഞ്ഞ് ഇപ്പോൾ തിക്കിലും തിരക്കിലും പെടുന്നു. എന്ത് ചെയ്യാനാ. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ടേസ്റ്റ് വർദ്ധിപ്പിക്കുന്ന നമ്മുടെ സാധനം, അതെ, ഉപ്പിടാം. ഉപ്പിട്ട് ഇനി അടുത്ത നമ്മുടെ ഐറ്റം തേങ്ങ ഇടാം. തേങ്ങ ഇങ്ങനെ നമ്മുടെ കട്ട് ചെയ്തെടുത്തിട്ടേ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്താറുണ്ട്. തേങ്ങ പോയി ഗൈസ്. അപ്പോൾ അതും കൂടെ കുറച്ചിടാം. തീ കുറച്ചിട്ടേക്ക് വേണം ഞാൻ. അത് ഫ്രണ്ട്സ് ഇന്നലെ തേങ്ങ റെഡിയാക്കി തന്നു. മോള് ഇപ്പം എനിക്ക് രാവിലെ മിക്സിയിലിട്ട് അല്ല ഗ്രൈൻഡ് ചെയ്ത് തന്നു. എനിക്കാണെങ്കിലുണ്ടല്ലോ ഭയങ്കര എന്തെങ്കിലും പാത്രം എന്തെങ്കിലുമൊക്കെ ക്ലീൻ ചെയ്തതിൻ്റെയൊക്കെ കിടക്കുമ്പം അതുപോലെ എന്തെങ്കിലും താഴെപ്പൂക്കെ ചെയ്യേണ്ട എല്ലാം അപ്പം ക്ലീൻ ആക്കിയിട്ട് ബാക്കി മുന്നോട്ട് ചെയ്യുന്നതാട്ടോ എനിക്കിഷ്ടം. എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ എല്ലാ പച്ചക്കറിയും തന്നെ ഈ ഒരു രീതിയിലാട്ടോ തോരൻ വെക്കുന്നത്. എന്നുവെച്ചാൽ ചിലർ, എൻ്റെ അമ്മ ആണെങ്കിൽ ഇതുപോലെ സവോളയൊക്കെ വഴറ്റിയിട്ട് പിന്നെ പയറിട്ട് അത് കുറച്ച് വെന്തതിന് ശേഷം പിന്നെ ആണ് തേങ്ങയൊക്കെ ഇടുന്നത്. പക്ഷെ ഞാനെന്തോ നേരത്തോട്ടെ പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നേരത്തോട്ടെ വീട്ടിലായിരുന്നെങ്കിലും ഇതുപോലെ ചെയ്യാറുണ്ട്. ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും, എന്നിട്ട് ഫോട്ടോ എടുക്കും, സ്റ്റാറ്റസ് ഇടും, അങ്ങനെയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി സെറ്റ് ചെയ്തിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഇത് നമ്മളെ കുക്കറിൻ്റെ തീ കുറച്ചായിരുന്നു ഇട്ടത്, അല്ല ഇപ്പോഴാണ് കൂട്ടിയിട്ടത്. അപ്പം നമ്മുടെ കഞ്ഞിയും ഈ തോരനും റെഡി ആവട്ടെ. നമുക്കിത് മൂടി വയ്ക്കാം. അപ്പോൾ അതാ നമ്മുടെ പയറ് വെന്തിട്ടാണ്. ഇത് കുറച്ച് നേരം ഒന്ന് തുറന്ന് വെച്ചിട്ടും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. പിന്നെ ഇതാ നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കിവിടെ ഒന്ന് കാണാവേ. അപ്പം അതാ നമ്മുടെ പയർ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. കണ്ട ഇതാ പയർ തോരനും റെഡി, മുളക് വറുത്തത് റെഡി, അമ്മ വെച്ച് നല്ല ചൂരമീൻ കറിയുണ്ട്. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ ദേ കഞ്ഞിയും പയറും എടുത്ത്
നമ്മുടെ മത്തി അച്ചാർ എടുത്തു, തോരനെടുത്തു, മുളക് വറുത്തതെടുത്തു, ഒരു ചെറിയ കഷ്ണം ചൂരയും കൂടെ എടുത്തു. അപ്പം ഞാൻ കഴിക്കട്ടെ. കെബ്രൂട്ടനും അമ്മയും കൂടെ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക കേട്ടോ. കെബ്രു ഇരുന്ന് കാണിക്കുന്നത് കണ്ടോ? അപ്പം ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അമ്മേ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ബൈ പറ. ബൈ.